ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയുള്ള കുട്ടി കുട്ടി വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ രാവിലെ ഞാൻ കായ് മാത്രം ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ജിമ്മിലൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് നടന്ന് ചില്ലാക്കി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടുന്നാന്ന് അറിയില്ല ഒരു സെറ്റ് ബലൂൺ ഇങ്ങനെ പറന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കയ്യിലത് എത്തിയിട്ടാണ്. അങ്ങനെ അത് കിട്ടി. ഞാൻ പിന്നെ പയ്യെ ആ ബലൂണായിട്ട് വീട്ടിലേക്ക് പോന്നു. കാരണം പിള്ളേരെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും കണ്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ. അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ചായയൊക്കെ വെച്ച് കുട്ടികളെല്ലാവരും ഉറക്കമാണ്. ഇന്ന് രാവിലെ മദ്രസ ഉള്ളതാണ്. പക്ഷേ മദ്രസയിൽ പൊതുപരീക്ഷ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് അവധിയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ടീ കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഫുഡിന് നമുക്ക് ബീഫും കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കാം. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുഞ്ഞൊക്കെ എണീറ്റ് വന്ന് അവനെ കുളിപ്പിച്ചൊക്കെ ഒന്ന് ഫ്രഷാക്കി അവൻ്റെ വണ്ടിയുമ്മ രാവിലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബലൂൺ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ ആൾക്കൊരു പേടി പോലെ അതിൻ്റെ അടുത്തേക്കേ പോകണുണ്ടായിരുന്നില്ല കേട്ടോ. ഹാറൂൻ കുറേ നേരം അതിട്ട് അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർക്കുള്ള വെള്ളയപ്പം ചുട്ടെടുക്കുകയാണ്. ഇക്കാക്കും എനിക്കും പുട്ട് ഇടാമെന്ന് കരുതി. ഇക്കാക്ക് ബീഫിൻ്റെ കൂടെ പുട്ടാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് പുട്ട് ചുടാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പിള്ളേരങ്ങനെ ബലൂണൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല കളിയിലാണ് കേട്ടോ. ആ പിള്ളേർക്ക് ഞാൻ അങ്ങനെ ചായയൊക്കെ കൊടുത്ത് ഹംദാൻ കുറച്ച് നേരം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്കൂളിലും മദ്രസയിലൊക്കെ എക്സാം വരികയാണല്ലോ. പിന്നെയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റായിരിക്കും. അങ്ങനെ കുട്ടികൾക്ക് അപ്പമൊക്കെ ചുട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് ഹാസിമിനൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ പുറത്ത് നല്ല ക്ലൈമറ്റും നല്ല കാറ്റായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ കുഞ്ഞിനെയായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് ഹംദാൻ അങ്ങനെ സൈക്കിളൊക്കെ കൊടുത്ത് വിടുകയാണ് കേട്ടോ. അപ്പോൾ 3 പേരും അവരെ കപ്പ് കേക്കൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. ഫുഡ് ഇപ്പോൾ വേണ്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇക്കാക്ക് വൈകിട്ടൊരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ചും പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഫ്ലൈറ്റ് 4:30-ക്കാണ്. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണമല്ലോ. അപ്പോൾ 2 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 1 മണി 1:30 ആകുമ്പോൾ ഫുഡും കൊടുക്കണം. അപ്പോൾ ഞാനങ്ങനെ പിന്നെയും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ ഞാൻ പുട്ടും ബീഫും കഴിക്കുന്നുണ്ട് കേട്ടോ. പുട്ടും ബീഫും കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് അച്ചാറും കൂടി എടുക്കും കേട്ടോ. അച്ചാറും കൂട്ടി കഴിക്കാനായിട്ടൊരു അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചായ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പുറത്ത് പോയ ആൾക്കാരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഫുഡ് കഴിക്കണം. അപ്പോൾ ആർക്കൊന്നും വേണ്ട, എന്നാലും ഇവർക്കൊക്കെ കൊടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്താലല്ലേ ലഞ്ചിൻ്റെ പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് അപ്പമൊക്കെ കൊടുത്ത് ഹംദാനും കറിയൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. ഹാറൂനും ആസിമും അങ്ങനെ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ലഞ്ചിൻ്റെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുതിര 2-3 ദിവസം മുമ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കാതെ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു തോരൻ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നല്ലപോലെ കഴുകി അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ വറുത്തരച്ച് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ വറുത്ത തേങ്ങ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്. ചിക്കനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. പിന്നെ ചിക്കൻ കറി അപ്പോഴത്തേനും ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഒരു 1.5 മണിക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ എല്ലാം കൂടി നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാന്തൾ 2 പീസ് ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അത് മസാല തേക്കുന്നുണ്ട്. പിന്നെ മുതിര തോരനും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് എന്തെങ്കിലും കൂട്ടി ഇക്കാക്ക് ഫുഡ് കൊടുക്കാമല്ലോ. എന്നാലും ഞാൻ മാക്സിമം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ്റെ വെള്ളം പോകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മാന്തൽ നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് നാരങ്ങാനീര്, ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങനെ അത് തേച്ച് മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളുടെ മുതിരയ്ക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ചെറിയ ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഹാറൂൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ അപ്പുറത്തുനിന്ന് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്കൊന്നും മദ്രസ ഇല്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലൊരു പൂച്ചയുണ്ട് കേട്ടോ, പേർഷ്യൻ ക്യാറ്റ്. അപ്പോൾ ഹാസിമിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചേനെ എപ്പോൾ കണ്ടാലും.
അപ്പോൾ ഇടയ്ക്ക് മൂപ്പര് അതിനെ എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ വാലുമ്പോൾ തന്നെയാണ് ഹാസിമിൻ്റെ കണ്ണ്. അങ്ങനെ അതിനെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചിട്ട് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ലിയോ എന്നാണ് കേട്ടോ ആളുടെ പേര്. അപ്പോൾ ഇവർക്ക് ഇതിനിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പേടിയാണ്. കാരണം ഹാസിം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഹാസിമിന് ഒരു പേടിയില്ല കേട്ടോ. ഏത് പട്ടീനെ കണ്ടാലും പൂച്ചനെ കണ്ടാലും ഒക്കെ അതിനെടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ നമ്മുടെ ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മൂപ്പര് അതിനെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. അവരൊരു 5 മിനിറ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അവർക്ക് ഭയങ്കര പേടിയാണ് ഹാസിം ഉള്ളതുകൊണ്ട്. ഹാസിം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ മുതിരയ്ക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു 5-6 ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് അതങ്ങനെ തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മുതിരയ്ക്ക് കുറച്ചൊരു വേവ് കൂടുതലാണല്ലോ, അപ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ അതൊന്ന് വെന്ത് വരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ചോറ് വേവിക്കാനായിട്ട്. കാരണം ഇന്നലെയൊക്കെ ബീഫ് തന്നെയായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് ആൾക്ക് മടുത്തിട്ടുണ്ടാവും. എന്തായാലും വെറും ചോറാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ബീഫും ചിക്കനൊക്കെ മടുത്തു. അപ്പോൾ ചിക്കൻ വറുത്തരച്ചത് കറിയാണെങ്കിലും ആൾ അങ്ങനെ കൂട്ടണമെന്നില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് മതി, റാബി ചിക്കനും ബീഫും കുറച്ച് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം കുറച്ച് വെറും ചോറും വെക്കുന്നുണ്ട്. അപ്പോൾ മുതിര ആയതിന് ശേഷം വേണം ചോറ് വെക്കാനായിട്ട്. എത്രത്തോളം ആവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വീഡിയോയും കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം ഡിലേ വരുമല്ലോ. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഓൾറെഡി വറുത്തതുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുഴുവൻ മല്ലിയും കുറച്ച് ചെറിയുള്ളി, കൊല്ലമുളക്, കറിവേപ്പില, ഒരു ചെറിയ പീസ് പട്ട, ഇത്രയും ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങയും കൂടി ഒന്നിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അത്യാവശ്യം തന്നെ ഉണ്ട് കേട്ടോ. ഇനിയും ഒരു പാക്കറ്റ് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ നോമ്പിനൊക്കെ എന്തായാലും അത് ചിലവാകും. കടലക്കറി, ചിക്കൻ കറി ഇതിന് രണ്ടിനുമാണ് ഞാനങ്ങനെ കൂടുതലും ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ ഇത് വറുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടപ്പോഴാണ് കൊല്ലമുളക് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. അങ്ങനെ വേഗം അതും കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം വെള്ളം ഒഴിക്കാതെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കും. അതല്ലെങ്കിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടൂല കേട്ടോ, കുറച്ച് പാട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം എല്ലാം കൂടി നല്ലപോലെ ഒതുക്കി വെള്ളമില്ലാതെ എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ മുതിരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മുതിര 2 തവണ ഞാൻ അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. മുതിരയിൽ കുറച്ച് വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ ആ വെള്ളം ഞാനൊന്ന് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇതൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഒതുക്കി വെച്ച തേങ്ങ ആദ്യം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. ആദ്യം ഈ ഒരു അരപ്പിട്ട് വറുത്തെടുക്കുമ്പോൾ ആ കറിക്ക് ഏതൊരു തോരനാണെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളെപ്പോഴും ലാസ്റ്റല്ലേ തേങ്ങയുടെ ആ ഒരു കൂട്ടിട്ട് കൊടുക്കാറ്. അത് ആദ്യമേ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് വേവിച്ച മുതിര ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. മുതിര ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ ഞാൻ അരിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇക്കാടെ സമയം അങ്ങനെ ആവുന്നുണ്ട്. ആൾ പോയി വന്ന് പാക്കിങ്ങും ജഗപുകയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് അതും അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇനി ചിക്കൻ കറിക്കുള്ള പണികൾ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം നല്ലോണം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പണി കഴിക്കണമല്ലോ. അങ്ങനെ അതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. പിന്നെ കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി. നമ്മൾ മുഴുവൻ മല്ലി ഓൾറെഡി വറുത്ത് അരച്ചിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് ഗരം മസാല, പെരുംജീരകത്തിൻ്റെ കുറച്ച് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഒരുമിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. എല്ലാം എളുപ്പത്തിന് അങ്ങനെ എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് നല്ല പച്ചമണമൊക്കെ മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ഒന്ന് ആഡ് ചെയ്യുക. ഗരം മസാല ഒക്കെയാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് മതിയല്ലോ. പിന്നെ കളർ കാശ്മീരി മുളക് പൊടിയും ഉണ്ട്, എരിവുള്ള പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ഒരു തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചത് മുതിര വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ വെള്ളമാണ് ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ
അത് വേസ്റ്റായി പോവില്ല. മുതിരയുടെ എല്ലാ ഗുണങ്ങളുള്ള വെള്ളമാണല്ലോ, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചിട്ട്, അപ്പോൾ അതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നല്ലപോലെ പേസ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് ഡൈനിങ് ഹാളിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഹാസിം പതിവ് പോലെ തന്നെ ടി വിയിൽ നോക്കിയിട്ട് പാവനൊക്കെ കളിപ്പിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളും ഹാറൂനായിട്ട് കുറേ നേരം ലൂണോ കാർഡ് കളിക്കും, കുറേ നേരം ടാബിൽ ഗെയിമൊക്കെ കളിക്കും. വീക്ക് ഡേയ്സ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്വസ്ഥതയുള്ളത്. വീക്കെൻഡ് എത്ര പണിയെടുത്താലും എത്ര ക്ലീൻ ചെയ്താലും ഒന്നും തീരില്ല. വീട്ടിൽ പിള്ളേർ ഉണ്ടെങ്കിലുള്ളൊരവസ്ഥ ഇതാണ് കേട്ടോ. എപ്പോഴും ഒരു 5-6 തവണയെങ്കിലും ഹോളടിച്ച് വാരേണ്ടി വരും. എന്നാലും വീട് ഒരിക്കലും വൃത്തിയായിട്ട് കിടക്കാറില്ല. പിന്നെ ഞാനതൊന്നും നോക്കാൻ നിന്നില്ല. പിന്നെ വേഗം കിച്ചണിലേക്ക് വന്ന് അങ്ങനെ ചിക്കനൊക്കെ, തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ബാക്കി മുതിരയുടെ വെള്ളവും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് ചിക്കൻ കുറച്ചൊന്ന് പകുതി വേവാവണ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ വറുത്ത തേങ്ങ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചിക്കൻ കറി ആയില്ലേക്ക് വേഗം ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവർ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് മാത്രം അങ്ങനെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. പിള്ളേർ അങ്ങനെ ഒരു 11:30 അല്ലേ കഴിച്ചത്, അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ വേണ്ട. അപ്പോൾ ഇക്കാക്ക് ചോറ്, മുതിര തോരൻ, പിന്നെ മുളകിൻ്റെ ചമ്മന്തി, പിന്നെ നമ്മളുടെ ഫ്രൈ ചെയ്ത മാന്തൾ, പിന്നെ തൈര്, അതും കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. മുതിരയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് മുതിര. അപ്പോൾ കുതിരയ്ക്ക് മാത്രമല്ല, മുതിര നമ്മൾക്കും കൂടി ഒരു അടിപൊളി ഓപ്ഷനാണ്. മുതിര തിന്നാൽ കുതിരയുടെ ശക്തി എന്നാണല്ലോ പറയുക. അപ്പോൾ മുതിര തോരൻ ആക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ചൊരു വേവ് കൂടുതലാണ് സംഭവത്തിന്. തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ കുക്കറിലിട്ടാലും അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെയാണ് അത് വെന്ത് വന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. വീട്ടിൽ തകൃതിയായിട്ട് കളി നടക്കുന്നുണ്ട് പിള്ളേരുടെ. അത് കഴിഞ്ഞ് ചിക്കൻ ഒരു ഹാഫ് വേവായി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ആ വറുത്ത തേങ്ങയുടെ ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ടാണ്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇക്ക ഇറങ്ങിയിട്ടുണ്ട്. ഇക്ക പോയി കഴിഞ്ഞപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള വീടിൻ്റെ സിറ്റുവേഷനാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇക്ക നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. മുതിര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൈരും ഫിഷ് ഫ്രൈ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് ചോറ് ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് വേഗം അങ്ങനെ അരിപ്പയിൽ അങ്ങനെ ഊറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ചോറും കൂടി ഞാനങ്ങനെ കലത്തിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കൂടുതൽ ഒഴിച്ചിട്ട് അങ്ങനെ വടിച്ച് വെക്കുന്നുണ്ട്. പിള്ളേർക്ക് തലേദിവസം നെയ്ച്ചോറുണ്ട് കേട്ടോ. അപ്പോൾ അതും ചിക്കൻ കറിയും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഹംദാനെ പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്സൊക്കെ അത്യാവശ്യം പഠിക്കാത്ത 2-3 ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ അന്നേ നോക്കിയാലുള്ളൂ. കാരണം 2-3 ദിവസം ഇടയ്ക്ക് അവധി ഉണ്ടെങ്കിലും നേരത്തെ ഒട്ടും നോക്കാത്ത ചാപ്റ്ററുകൾ നമ്മൾ നേരത്തെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ അവന് പഠിക്കാനുള്ളതൊക്കെ ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു എരിവും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗറും കുറച്ച് ഉപ്പും അങ്ങനെ ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് അങ്ങനെ എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചല്ലോ ഓൾറെഡി. നല്ലോണം അടിച്ചു വാരി ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കിയിട്ട് അപ്പോൾ ഇക്ക കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ പുതിയൊരു മൺകലം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൺകലം കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ പുകഞ്ഞിട്ട് ഭയങ്കര ലീക്കായിട്ട് അടിയിലേക്ക് എണ്ണയൊക്കെ വന്നിട്ട് ഞാനത് കൊണ്ടുപോയി കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് സീസൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഒരു 3:15 ആയിക്കഴിഞ്ഞപ്പോൾ വിശക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നെയ്ച്ചോറ് ഞാനങ്ങനെ ചൂടാക്കിയിട്ട് അതും ചിക്കൻ കറിയും കൂട്ടി പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാസിം ഇവിടെ ഒരു എള്ളുണ്ട, നാട്ടിൽ നിന്ന് എള്ളുണ്ടയുണ്ട്, അതൊക്കെ കഴിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അത് ചോറ് കഴിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു ഓർഡർ ഇല്ലാതെയാണ് ഹാസിമിൻ്റെ കഴിക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിള്ളേർ ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്കപ്പോഴും ഒരു വിശപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ വിളമ്പി കൊടുത്തിട്ട് പിന്നെ എൻ്റെ കുളിയും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുക്കിങ്ങും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ വറുത്തരച്ച് വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ മുതിരത്തോരനും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്